ഹലോ എവരി വൺ വെൽക്കം ടു എജ്യൂപോഡ് പ്ലസ് ടു ഹ്യൂമാനിറ്റീസ്. ഇറ്റ്സ് മീ നാഫി. എല്ലാവർക്കും മക്കളെ എജ്യൂപോഡിൻ്റെ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ നാഫി. അപ്പോൾ പ്ലസ് ടു ഹിസ്റ്ററിയിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ് ബ്രിക്സ്, ബീഡ്സ് ആൻഡ് ദി ബോൺസ് ദ ഹാരപ്പൻ സിവിലൈസേഷൻ. അല്ലേ, ഹാരപ്പൻ സംസ്കാരത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ. ഈ ചാപ്റ്റർ നിങ്ങൾ ഓണം എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓണം എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചാപ്റ്ററിൽ നിന്ന് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോ അവസാനം വരെ കാണാം. നിങ്ങൾ 2-3 കാര്യങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഒന്ന്, നിങ്ങൾക്ക് പ്ലസ് ടു ഹിസ്റ്ററി ഇപ്പോൾ ഏത് ചാപ്റ്ററാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. രണ്ടാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, പ്ലസ് ടു ഹിസ്റ്ററിൽ ഏത് ചാപ്റ്റർ നിങ്ങൾക്ക് എടുത്തുകൊണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. രണ്ടാമതായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് എടുത്ത ചാപ്റ്റേഴ്സിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു എന്നുള്ള കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ പലരും ചോദിക്കും, നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ പോകുന്ന കമൻറ്റ് എനിക്ക് ഇപ്പോഴും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, സാർ ഇത് മാത്രം പഠിച്ചാൽ മതിയോ, ഇത് മാത്രം പഠിച്ചാൽ പോരാ. പക്ഷേ ദീസ് ആർ ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്. നമ്മൾ എങ്ങനെയാണ് ഒരു ടോപ്പിക്കിനെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാക്കി മാറ്റുക? ഏറ്റവും കൂടുതൽ തവണ നിങ്ങളുടെ എക്സാംസിന് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്കാണ് എന്ത്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക്. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ പ്ലസ് ടു ഹിസ്റ്ററിയിൽ ഹാരപ്പൻ സിവിലൈസേഷൻ അല്ലെങ്കിൽ ഹാരപ്പൻ സംസ്കാരത്തെക്കുറിച്ച് പഠിക്കുന്ന ഒന്നാമത്തെ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇത് മാത്രം പഠിച്ചാൽ പോരാ, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. ഇത് എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം, ഇതെന്തായാലും പഠിക്കണം, ബാക്കി ടോപ്പിക്ക് പഠിക്കണം. പക്ഷേ ദീസ് ആർ ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്. ഒന്നാമത്തെ എന്താടാ, മോഹൻജദാരോയുടെ ടൗൺ പ്ലാനിങ്, നഗരാസൂത്രണത്തിൻ്റെ സവിശേഷത. അതായത് ലോവർ ടൗൺ, കീഴ്പട്ടണം, സിറ്റഡൽ, കോട്ട, ഗ്രേറ്റ് ബാത്ത്, മഹത്തായ കുളിപ്പുര, ഡ്രെയിനേജ് സിസ്റ്റം, അഴുക്കുചാൽ സമ്പ്രദായം, അതിനെക്കുറിച്ചിട്ടൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്ത് വെക്കണം. ഒരുപാട് തവണ എക്സാമിന് 8 മാർക്കിന് എസ്സേ ചോദിച്ചതാണ് ഇത്, ഈ ഒരു ഫീച്ചേഴ്സ് ഓഫ് മോഹൻജദാരോയുടെ സവിശേഷത. രണ്ടാമത്തത് ഡൊമസ്റ്റിക് ആർക്കിടെക്ചർ, ആഭ്യന്തര വാസ്തുവിദ്യയെ കുറിച്ചിട്ടാണ്. അതായത് അന്നത്തെ കാലത്തെ ആളുകളുടെ വീടുകളെ കുറിച്ചിട്ട്, വീടുകളുടെ പ്രത്യേകത. അത് ചിലപ്പോൾ എന്ത് ചെയ്യും, സെപ്പറേറ്റ് ആയിട്ട് 2 മാർക്കിന് എക്സാമിന് ചോദിക്കാം, അല്ലെങ്കിൽ ഈ എസ്സേയുടെ കൂടെയും ചോദിക്കാം. അടുത്തത് ഒരുപാട് തവണ 2 മാർക്കിന് എക്സാമിന് ചോദിച്ചാണ് ഹാരപ്പൻ സ്ക്രിപ്റ്റ്, ഹാരപ്പൻ ലിപിയെ കുറിച്ചിട്ടും ഹാരപ്പൻ സീൽ, ഹാരപ്പൻ മുദ്രയെ കുറിച്ചിട്ടും. ശ്രദ്ധിക്കണേ, ഹാരപ്പൻ സ്ക്രിപ്റ്റ് അഥവാ ഹാരപ്പൻ ലിപിയെ കുറിച്ചിട്ടും ചോദിച്ചിട്ടുണ്ട്, ഹാരപ്പൻ സീൽ അഥവാ ഹാരപ്പൻ മുദ്രകളെ കുറിച്ചും 2 മാർക്ക് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ തവണ 3 to 4 മാർക്കിന് ചോദിച്ചതാണ് ഇത്, ഹാരപ്പൻ സിവിലൈസേഷൻ്റെ എൻഡ്, ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്കുള്ള കാരണങ്ങൾ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കണേ, ദ റീസൺസ് ഫോർ ദ ഡിസപ്പിയറൻസ് ഓഫ് ഹാരപ്പൻ കൾച്ചർ, ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ തിരോധാനത്തിനുള്ള കാരണങ്ങൾ. ഇതേപോലെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒന്നാണ് എന്ത്, ദ ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ, എന്ത്, കരകൗശല വസ്തുക്കളുടെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ശ്രദ്ധിക്കണേ, ഹാരപ്പയിലെ ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ അഥവാ കരകൗശല വസ്തുക്കളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് ചെയ്യാറുണ്ട്, എക്സാമിന് ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ എന്ത്, റിലേഷൻ വിത്ത് ഫോറിൻ കൺട്രീസ്. ശ്രദ്ധിക്കണം, റിലേഷൻ വിത്ത് ഫോറിൻ കൺട്രീസ് അഥവാ വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം, അല്ലേ, അതും എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. ഇതും എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള കേട്ടോ. അപ്പോൾ ഇതാണ് എന്ത്, ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക്. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ എസ്സേ ചോദിക്കുക മോഹൻജദാരോയുമായിട്ട് ബന്ധപ്പെട്ടാട്ടോ. ശ്രദ്ധിക്കണേ, മോഹൻജദാരോയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം എസ്സേ ആയിട്ട് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. ഡൊമസ്റ്റിക് ആർക്കിടെക്ചർ, ആഭ്യന്തര വാസ്തുവിദ്യ, ഹാരപ്പൻ സ്ക്രിപ്റ്റ്, ഹാരപ്പൻ ലിപിയെ കുറിച്ചിട്ട്, ഡിസപ്പിയറൻസ് ഓഫ് ഹാരപ്പൻ കൾച്ചർ, ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ തിരോധാനത്തെക്കുറിച്ചിട്ട്, ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ, കരകൗശല വസ്തുക്കൾ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, അതേപോലെ തന്നെ റിലേഷൻ വിത്ത് ഫോറിൻ കൺട്രീസിലെ വിദേശ രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അതും എന്ത് ചെയ്യണം, നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്. ഇത് മാത്രം പഠിച്ചാൽ മതി എന്ന് വെച്ചാൽ ഇത് മാത്രം പഠിച്ചാൽ പോരാ, പക്ഷേ ഇതെന്തായാലും പഠിച്ചിരിക്കണം. അങ്ങനത്തെ ടോപ്പിക്കാണ്. ഇത് മാത്രം പഠിച്ചാൽ ഒരിക്കലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടാൻ പോകുന്നില്ല. പക്ഷേ ഇതെന്തായാലും പഠിച്ചിരിക്കണം. ഇതിന് പുറമെ വേറെയും ഭാഗത്ത് നിന്ന് എന്ത് ചോദിക്കാറുണ്ട്, ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ടോപ്പിക്സ് ഏതാടാ, ഈ ഒരു ടോപ്പിക്സ് ആണ്. ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കട്ടോ. ഇതും എന്താടാ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇത്രയും ടോപ്പിക്സ് നിങ്ങൾ പഠിച്ചു എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഉറപ്പ് വരുത്തുക. അപ്പോൾ ഇതെന്തായാലും പഠിച്ചിരിക്കണേ. അപ്പോൾ ഈ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ ഫ്രീ ആയിട്ട് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എജ്യൂപോർട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യും. എജ്യൂപോർട്ട് ആപ്പിൽ എല്ലാ സബ്ജക്റ്റിൻ്റെയും ഫസ്റ്റ് ചാപ്റ്റർ എന്താണ്, ഫ്രീ ആണ്. നിങ്ങൾക്ക് ഫസ്റ്റ് ചാപ്റ്റർ മാത്രമല്ല എല്ലാ ചാപ്റ്ററും പഠിക്കണമെന്നുണ്ടെങ്കിൽ എജ്യൂപോർട്ടിൻ്റെ സൂപ്പർ ബാച്ച് ഉണ്ട്. സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചാൽ കാര്യങ്ങളൊക്കെ സെറ്റ് ആകും. സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചാൽ കാര്യങ്ങളൊക്കെ ഓക്കെ ആകും. സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചാൽ എല്ലാം സെറ്റ് ആകും. സോ സൂപ്പർ ബാച്ചിൽ എങ്ങനെ ജോയിൻ ചെയ്യാൻ പറ്റുക, കമൻറ്റ് ബോക്സിൽ എന്തുണ്ട്, ഒരു ഫോം നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഫോം നിങ്ങൾ ഫില്ല് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, സൂപ്പർ ബാച്ച് ജോയിൻ ചെയ്യാം. അല്ലെങ്കിൽ nafi.eduport എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് എന്ത് ചെയ്തോ മെസ്സേജ് അയച്ചോ. ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ nafi.eduport എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് എന്ത് ചെയ്തോ ഒന്ന് മെസ്സേജ് അയച്ചോ. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിലെ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. അല്ലെങ്കിൽ nafi.eduport എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് എന്ത് ചെയ്യുക, ഒന്ന് മെസ്സേജ് അയക്കുക കേട്ടോ. അപ്പോൾ ഒന്നെങ്കിൽ കമൻറ്റ് ബോക്സിലെ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ nafi.eduport എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് എന്ത് ചെയ്യുക, ഒന്ന് മെസ്സേജ് അയക്കുക. ഈ ഒരു കാര്യത്തിൽ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഉഷാറായിട്ട് പഠിക്കുക, സൂപ്പറായിട്ട് പഠിക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പോൾ മക്കളെ യൂട്യൂബ് ക്ലാസ്സൊക്കെ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. എജ്യൂപോർട്ട്
എജ്യൂപോഡിൻ്റെ ആപ്പിലാണ് കൂടുതൽ ക്ലാസ് ഉണ്ടാവുക. എജ്യൂപോഡിൻ്റെ ആപ്പിൽ ജോയിൻ ചെയ്ത് പഠിച്ചാൽ എല്ലാം സെറ്റാകും, എല്ലാം ഓക്കെ ആകും, എല്ലാം റെഡി ആകും. അപ്പോൾ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ nafi.ejupod എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചാൽ.